ഹലോ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഒരുപാട് പേര് എന്നെ പോലെ ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാന്ന് വിചാരിച്ചത്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ക്ഷീണം, തലചുറ്റല്, അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് അല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാനൊന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. BP കുറവായിരുന്നു, അതുപോലെ ഗുഡ് പ്രോട്ടീന്റെ അളവ് കുറവായിരുന്നു, ബാഡ് കൊളസ്ട്രോളിന്റെ അളവ് വളരെ കൂടുതലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ തന്നെ ഈ ഒരു കൊളസ്ട്രോളിന്റെ അളവ് ഇങ്ങനെ കൂടാൻ കാരണം എന്ന് അറിയാൻ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മുടെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് ചോദിച്ചു. രാത്രി ഫുഡ് കഴിക്കുന്നത് അധികവും 10 മണിക്ക് ശേഷമാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ 4-5 ദിവസം ചോറിന്റെ കൂടെ കഴിക്കുന്നത് ഓംലെറ്റ് ആണ്. 1-2 മുട്ട കൊണ്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട്. രാത്രിയിൽ എടുക്കുന്ന എഗ് യോക്കിന്റെ അളവ് കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ ഇനി മുതൽ എഗ് യോക്ക് രാത്രി എടുക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക.